ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബോട്ടണിയുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പ്ലാൻ കിങ്ഡത്തിലെ കുറച്ച് ഭാഗങ്ങളാണ്. ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ചില ഭാഗങ്ങളാണ്. സോ നമുക്കറിയാം പ്ലാൻ കിങ്ഡത്തിനെ നമുക്ക് ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വേരിയസ് ലെവൽസ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം, പിന്നീട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൻജിയോസ്പേം വരെ. അത് മൊത്തം നമ്മളൊരു പ്യുവർ ആയിട്ടുള്ള ബോട്ടണി എന്ന ഒരു രീതിയിലേക്ക് കടക്കുന്ന ഈ ഒരു ചാപ്റ്റർ മുതലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അതിലുള്ള 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് പ്ലാൻ കിങ്ഡം എന്ന ഒരു കിങ്ഡത്തിലേക്ക് ഒരു സെപ്പറേറ്റ് കിങ്ഡം ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് പഠിക്കുന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻ കിങ്ഡം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാനുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് കടക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗങ്ങളിലായിട്ട് വേരിയസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ്, അതായത് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് വന്നിരുന്ന ചില മെത്തേഡ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആ സിസ്റ്റംസിനെ പറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്നാൽ ദ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം വിച്ച് ഈസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അതായത് മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് അത്തരം ക്യാരക്ടേഴ്സിൻ്റെ ബേസിസിൽ പ്ലാന്റ്സിനെല്ലാം ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഹാബിറ്റ് ആവാം, കളർ ആവാം, നമ്പർ ആവാം, ഷേപ്പ് ഓഫ് ലീവ്സ് ആവാം, ഫ്ലവേഴ്സിൻ്റെ കളർ ആവാം, ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രൈറ്റീരിയാസ് യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ഈക്വൽ വെയിറ്റേജ് ടു വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് വെജിറ്റേറ്റീവും റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഈക്വൽ വെയിറ്റേജ് ആണ് ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനോടൊപ്പം ഇന്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ലൈക്ക് അൾട്രാസ്ട്രക്ചർ, അനാട്ടമി, എംബ്രിയോളജി, ഫൈറ്റോകെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത്തരത്തിൽ നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ള 2 സയൻറ്റിസ്റ്റുകളാണ് ജോർജ് ബെന്തം ആൻഡ് ജോസഫ് ഡാൾട്ടൺ ഹുക്കർ. ഈ ഒരു ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ബെന്തം ആൻഡ് ഹുക്കർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. Of classification means the classification based on evolutionary relationship between organism. ഓരോ ഓർഗാനിസത്തെയും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസവും എങ്ങനെയാണ് പരിണാമപരമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതാണ് എന്ത് എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ന്യൂമറിക്കൽ ടാക്സോണമി which is now easily carried out using computers and is based on all of characteristics. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പ്ലസ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മെയിൻലി കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. സൈറ്റോടാക്സോണമി ഉണ്ട്. സൈറ്റോടാക്സോണമി എന്ന് പറയുമ്പോൾ സൈറ്റോളജിക്കൽ ആയിട്ടുള്ള നമ്മുടെ സെൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ലൈക്ക് ക്രോമസോം, നമ്പർ, സ്ട്രക്ചർ, ബിഹേവിയർ, അതേപോലെ തന്നെ സെൽ ടൈപ്പ്, ഇത്തരത്തിലുള്ള സൈറ്റോളജിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് സൈറ്റോടാക്സോണമി. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ കീമോടാക്സോണമി. കീമോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ദി പ്ലാന്റ്. ഓരോ പ്ലാന്റും അവരുടെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ്, അതായത് കെമിക്കൽ കോമ്പോസിഷനിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഡിഫറൻസ് വെച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷനെയാണ് കീമോ ടാക്സോണമി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിനായിട്ടും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ഫൈലോജനറ്റിക് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോ ടാക്സോണമി, കീമോ ടാക്സോണമി, ഇത്തരം ടാക്സോണമിക്കൽ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ആണ് നമ്മൾ മെയിനായിട്ടും നോക്കുന്നത്. ഇനി ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള ആൽഗെ, അതിൻ്റെ ജനറൽ ഫീച്ചേഴ്സ്, റീപ്രൊഡക്ഷൻ മെത്തേഡുകൾ എങ്ങനെയാണ്, നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നീ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ആൽഗെ എന്ന് പറയുമ്പോൾ എന്താണ്, ദേ ആർ ക്ലോറോഫിൽ ബിയറിംഗ്. ഓക്കെ, ആൽഗെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ ചില ആൾക്കാർ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ആൽഗെ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും അവരെന്തായിരിക്കും, ഗ്രീൻ കളേർഡ് ആയിരിക്കും. ഗ്രീൻ കളർ എന്ന് പറയുന്നത്
അത് നമുക്ക് കിട്ടുന്ന പോയിന്റാണ് ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആണ്. അതായത് അവരാണ്, നമുക്കറിയാം ആൽഗെ എന്ന് പറയുന്നതാണ് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഇൻ ഓഷ്യൻ. ഓഷ്യനിലൊക്കെ കാണുന്ന ചീഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് ആൽഗെ. അങ്ങനെ പ്രൊഡ്യൂസർ ആവണമെന്നുണ്ടെങ്കിൽ ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിരിക്കണം. അവർക്ക് ഫോട്ടോസിന്തസിസ് നടക്കാൻ എന്താവശ്യമുണ്ട്? ക്ലോറോഫിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മെയിൻലി ക്ലോറോഫിൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. സിമ്പിൾ ആയിരിക്കും. താലോയിഡ് ബോഡിയാണ്. അതായത് ആൽഗയുടെ സെൽ ബോഡിയെ പറയുന്ന പേരാണ് താലസ് അല്ലെങ്കിൽ താലോയിഡ്. താലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രൂ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നും ഇല്ലാതെ, എന്നാൽ റൂട്ട് ലൈക്ക്, സ്റ്റെം ലൈക്ക്, ലീഫ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ കാണുന്ന ടൈപ്പ് ഓഫ് പ്ലാന്റ് ബോഡീനെ നമ്മൾ താലോയിഡ് അല്ലെങ്കിൽ താലസ് എന്ന് പറയുന്നത്. ദെൻ ഓട്ടോട്രോഫിക് ആണ്, നമുക്കറിയാം. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ഗ്രൂപ്പാണ് ആൽഗെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോട്രോഫിക്. ഓക്കെ, വേരിയസ് ഫോം, അതായത് പല ടൈപ്പിലും. അതേപോലെ തന്നെ ഗ്രീൻ ആണ് മെയിൻലി. ആൽഗെ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്, ബ്രൗൺ കളറിൽ കാണുന്നുണ്ട്, റെഡ് കളറിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ കാണിച്ചിട്ടുള്ളതൊക്കെ എന്താണ്? ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ആൽഗയാണ്. സ്പൈറോഗൈറ നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അലോട്രിക്സ് ഉണ്ട്, കാര ഉണ്ട്. ദെൻ കൊളോണിയൽ ഫോം, കോളനി പോലെ കാണുന്ന ആൽഗയ്ക്ക് എക്സാമ്പിളാണ് വോൾവോക്ക്. പിന്നെ മാസീവ് ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റിന്റെ ഹൈറ്റിൽ വളരാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് ആൽഗെ ഉണ്ട്. അതാണ് നമ്മൾ കെൽപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ മെയിൻലി അക്വാട്ടിക് ആയിരിക്കും. വെറൈറ്റി ഓഫ് ഹാബിറ്റാറ്റ്സിൽ കാണുന്നുണ്ട്. മോയിസ്റ്റ് സ്റ്റോൺ, സോയിൽ, വുഡ് എക്സെട്ര. പിന്നെ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പോർഷനാണ് ആൽഗയ്ക്ക് ഫംഗസുമായിട്ട് ഒരു മ്യൂച്വൽ അസോസിയേഷൻ കാണിക്കാൻ പറ്റുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ലൈക്കൺ എന്ന് പറയുന്നത്, അല്ലേ? അതേപോലെ തന്നെ ഈ ആൽഗയ്ക്ക് ചില അനിമലുമായിട്ടും ചില അസോസിയേഷൻ കാണിക്കുന്നുണ്ട്. എക്സാമ്പിളാണ് സ്ലോത്ത് ബെയർ എന്ന് പറയുന്നത്. ഇത് ലൈക്കൺ ആണ്. സ്ലോത്ത് ബെയർ. സ്ലോത്ത് ബെയർ എന്ന് പറയുമ്പോൾ സ്ലോത്ത് ബെയറിന്റെ മുകളിൽ ആൽഗെ വളരുന്നത് കാരണം തന്നെ സ്ലോത്ത് ബെയറിന് ഒരു പ്രൊട്ടക്ഷനുമാണ്. ആൽഗയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു ഏരിയ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ലൈക്കണിന്റെ കേസിലായിരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ലൈക്കൺ? ഇറ്റ് ഈസ് എ മ്യൂച്വൽ അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. അല്ലെ, ആൽഗൽ കമ്പോണന്റിനെ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഫൈക്കോ ബയോണ്ട്. ഫംഗൽ കമ്പോണന്റിന് മൈക്കോബയോണ്ട്, അല്ലെ? രണ്ടിന്റെയും മ്യൂച്വൽ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവർ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. ആൽഗയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഒരു ഷെൽട്ടർ, അവർക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഷെൽട്ടർ ആണ് ആര് പ്രൊവൈഡ് ചെയ്യുക? ഫംഗസ്. ഫംഗസ് പകരം എന്ത്? ആൽഗെ ഫംഗസ് എന്ന് പറയുമ്പോൾ മ്യൂച്വൽ ആയിട്ടുള്ള അസോസിയേഷൻ ആണ്. ആൽഗയെ സംബന്ധിച്ചിടത്തോളം അവർ ഓട്ടോട്രോഫിക് ആയിരിക്കും. ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഫംഗസിന് കൊടുക്കുന്നു. ഫംഗസിന്റെ ഒരു ബെനിഫിഷ്യൻ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ എന്താ? ഫംഗസ് തിരിച്ചെന്താ കൊടുക്കുന്നത്? ഇവരുടെ ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ആൻഡ് മിനറൽ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ദേ പ്രൊവൈഡ് ഷെൽട്ടർ ഫോർ ദി ആൽഗൽ കമ്പോണൻറ്റ്. ക്ലിയർ? അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്താണ്? ഗുഡ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. വേരിയസ് ഫോമിൽ കാണാൻ പറ്റുന്നുണ്ട്. കൊളോണിയൽ ഫോമിൽ ഒരു കോളനി ലൈക്കായിട്ട് കാണുന്നവരെയാണ് വോൾവോക്സ് എന്ന് പറയുന്നത്. മാസീവ് ആയിട്ടുള്ള പ്ലാന്റ് ബോഡി നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. കെൽപ്സ് ഒരു എക്സാമ്പിൾ ആണ്. ദെൻ ഫിലമെന്റസ് ആയിട്ടുള്ള ഫോമിൽ കാണുന്നുണ്ട് അലോട്രിക്സ്, അതേപോലെ തന്നെ സ്പൈറോഗൈറ. നെക്സ്റ്റ് വൺ റീപ്രൊഡക്ഷൻ ആണ്. ആൽഗയുടെ റീപ്രൊഡക്ഷനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീപ്രൊഡക്ഷൻ മെയിൻലി 3 ടൈപ്സ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ? ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുമ്പോൾ ഓരോ പ്ലാന്റ് ബോഡിയും ഡിഫറെന്റ് ഫ്രാഗ്മെന്റുകളായിട്ട്, ആ ഫ്രാഗ്മെന്റ് പിന്നീട് പുതിയ ആൽഗൽ ഫോമുകളായിട്ട് വളരുന്നതിനാണ് എന്ത് പറയുന്നത്? ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂസ്പോർ വഴിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ത്രൂ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഐസോഗ്യാമസ്, അതായത് ആ ഗാമേറ്റ്സിന്റെ ഫ്യൂഷൻ എന്ന് പറയുന്നത് ഐസോഗ്യാമസ് ആവാം, അനൈസോഗ്യാമസ് ആവാം, ഓഗ്യാമസ് ആവാം. ഫസ്റ്റ് വൺ ഐസോഗ്യാമസ് ആണ്. ഐസോഗ്യാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? മോർഫോളജിക്കലി സിമിലർ ആയിട്ടുള്ള ഗാമേറ്റ്സിന്റെ ഫ്യൂഷനെയാണ് ഐസോഗ്യാമസ് എന്ന് പറയുന്നത്. ഈ ഗാമേറ്റുകൾ തന്നെ മേ ബി gametes can be flagellated ആവാം, സിമിലർ സൈസ് ആവാം. സിമിലർ സൈസ് ഉള്ള ഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ഗാമേറ്റുകളുടെ ഫ്യൂഷൻ വരാം. എക്സാമ്പിൾ അലോത്രിക്സ്. മറ്റൊരു സാധ്യത നോൺ ഫ്ലജലേറ്റഡ് ആയിരിക്കും, പക്ഷെ സിമിലർ ആയിട്ടുള്ള സൈസ് ഉള്ള ഗാമേറ്റുകളും വരും. എക്സാമ്പിൾ സ്പൈറോഗൈറ. നെക്സ്റ്റ് വൺ അനൈസോഗ്യാമസ് ആണ്. ഫ്യൂഷൻ ഓഫ് ഡിസിമിലർ ഗാമേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനൈസോഗ്യാമസ്. ഓഗ്യാമസ് ഉണ്ട് ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് ആൻഡ്
വൺ ലാർജ് നോൺ മോട്ടൈൽ ഗാമേറ്റ്. അതെന്തായിരിക്കും? മെയിൻലി ഫീമെയിൽ ആയിരിക്കും. വൺ സ്മോളർ മോട്ടൈൽ മെയിൽ ഗാമേറ്റ്. അപ്പോൾ ഫീമെയിൽ ഗാമേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ലാർജ് ആയിരിക്കും, നോൺ മോട്ടൈൽ ആയിരിക്കും. മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത് സ്മോളർ മോട്ടൈൽ ആയിട്ടുള്ള ഗാമേറ്റ്സ് ആണ്. എക്സാമ്പിൾ വോൾവോക്സും ഫ്യൂക്കസും. നോക്കൂ, ഐസോഗമി ഉണ്ട്, അനൈസോഗമി ഉണ്ട്, ഊഗമി ഉണ്ട്. ഐസോഗമി എന്താണ്? സിമിലർ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് കാണിക്കുന്ന ഗാമേറ്റിന്റെ ഫ്യൂഷനാണ് എന്താ പറയുന്നത്? ഐസോഗമി. അനൈസോഗമി എന്ന് പറയുമ്പോൾ എന്താണ്? ദേ ആർ മോർഫോളജിക്കലി ഡിസിമിലർ. ഊഗമി എന്ന് പറയുമ്പോൾ ദ ഫ്യൂഷൻ ബിറ്റ്വീൻ വൺ ലാർജ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗാമേറ്റ്. കണ്ടോ, എഗ് എന്ന് പറയുന്നത് എന്താണ്? നോൺ മോട്ടൈൽ ആയിരിക്കും, ലാർജ് ആയിരിക്കും. ആൻഡ് സ്മോൾ മോട്ടൈൽ മെയിൽ ഗാമേറ്റ്, സ്പേം എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സ്മോൾ ആയിരിക്കും, അവർ മോട്ടൈലും ആയിരിക്കും. ഓക്കെ, ഇത്തരത്തിലുള്ള ഫ്യൂഷനെയാണ് എന്ത് പറയുന്നത്? ഊഗമി എന്ന് പറയുന്നത്.